ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് ലക്ഷറി വണ്ടികളും അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ കൂടുതലായിട്ട് ചോദിച്ചു തരുന്ന വണ്ടികളുണ്ട്. ഇപ്പോൾ ഫോർഡിൻ്റെ എൻഡവർ, പുതിയ ഷേപ്പിലുള്ള എൻഡവർ, അതൊക്കെ ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ഉണ്ട്. പജറ സ്പോർട്ട് ഉണ്ട്, മിറ്റ്സുബിഷി ഔട്ട്ലാൻഡർ, മെഴ്സിഡസ് ബെൻസിൻ്റെ കുറച്ച് മോഡൽസ്, ML250 ഇങ്ങനെയുള്ള മോഡൽസ്, പിന്നെ അതുപോലെ തന്നെ ഹോണ്ടയുടെ അക്കോർഡ്, ടൊയോട്ടയുടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സെഡാൻ കൊറോള അൾട്ടിസ്, അത് ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്. ഒരു ഇന്നോവയും കിടപ്പുണ്ട് കേട്ടോ, ഫോർച്യൂണറൊക്കെ ഉണ്ട്. ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഗാലക്സി കാർസ്, കീർത്തി നഗറിലുള്ള ഗാലക്സി കാർസിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പജറോ സ്പോർട്ടൊക്കെ കിടക്കുന്നുണ്ട്, ടാറ്റ സഫാരി, യെസ് അതുമുണ്ട്, BMW X1 ഉണ്ട്, ഓഡിയുടെ A3 ഉണ്ട്, ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ദിവസമായി ഡൽഹിയിൽ എത്തിയിട്ട് നമ്മളെ വീഡിയോയുടെ എണ്ണം കുറച്ച് കുറവാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, കുറച്ച് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഹരിയാനയിൽ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ കുറച്ച് 2 ആഴ്ചയായിട്ട് ഫുൾ ആ ഒരു പേപ്പർ വർക്കിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് കുറച്ച് വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് 2 വണ്ടീൻ്റെ മാത്രമാണ് ക്ലിയർ ആവാനുള്ളത്. 1.5 എംബസി വണ്ടിയാണ്, അതിന് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവർ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ഓഡിയുടെ ഒരു വാഹനം ഉണ്ടായിരുന്നു, അത് ഇവിടെ തന്നെ ലോക്കൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്കോടുകൂടി അതും കൂടി ക്ലിയർ ആവും. വേറെ പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും നമ്മൾ ഏതായാലും പെൻഡിങ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി എടുത്തു. അപ്പോൾ ഞാനിപ്പോൾ സൺഡേ ആണ് വീഡിയോ എടുക്കുന്നത്, മിക്കവാറും ഇന്ന് രാത്രി തന്നെ അത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത്രയും കാറുകളാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അകത്തൂടെ ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അക്കോഡൊക്കെ ഉണ്ട്, 2 അക്കോഡുണ്ട്. അക്കോഡൊക്കെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട്. ഒരു ഗോൾഡൻ കളറുണ്ട്, അതുപോലെ തന്നെ ഒരു സിൽവർ കളറുണ്ട്. നല്ല അടിപൊളി വണ്ടിയാണ്. V6 എഞ്ചിനല്ല, നോർമൽ 2.4 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. മാനുവൽ വണ്ടിയാണ് കേട്ടത്, അതിന് സൺറൂഫൊക്കെ വരുന്ന വണ്ടിയാണ്. പിന്നെ പോളോ ക്രോസ് അവൈലബിൾ ആണ്, i20 ഉണ്ട്. i20 ഒന്നും അത്രത്തോളം പ്രോഫിറ്റബിൾ ആണെന്ന് എനിക്കറിയില്ല. പിന്നെ ഡീസൽ ഹോണ്ട സിറ്റി ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം ഒരു പ്രോഫിറ്റ് തന്നെ കാണും. കാരണം ഹോണ്ട സിറ്റി ഒക്കെ കുറേ ആളുകൾ ഈ ഒരു ഷോറൂമിൽ നല്ല ഡൽഹി ബേസ് ചെയ്തിട്ട് കുറേ ആളുകൾ എടുക്കാറുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു ഹോണ്ട സിറ്റി എന്ന് പറയുന്നത്. ഡീസൽ വണ്ടി ശരി 22-23 മൈലേജ് കിട്ടുന്നവരുണ്ട്. ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 26 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഏതായാലും ഇത്രയും വാഹനങ്ങൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്തൂടെ ഞാൻ കാണിച്ചു തരും. ലൊക്കേഷൻ വരുന്നത് കീർത്തി നഗർ, മോത്തി നഗറിൻ്റെ തൊട്ടടുത്ത് തന്നെ. കീർത്തി നഗർ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഇവർ ഒരു ഗാലക്സി കാർസിൻ്റെ ഷോറൂം ലൊക്കേഷൻ വരുന്നത്. ഇന്നോവ 2015 ആണ്, 15 GX ആട്ടോ. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇവരെ കോൺടാക്ട് ആവശ്യമായ ഫോൺ നമ്പർ, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഏതായാലും ഞാൻ വീഡിയോ എടുത്ത് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്താവശ്യമുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരാം. നമുക്ക് ഗാലക്സി കാർസിലെ വാഹന ഡീറ്റെയിൽസിൽ എല്ലാ പ്രാവശ്യവും പറഞ്ഞു തരുന്ന പോലെ തന്നെ അർഹാൻ ഭായ് ആണ് നമുക്ക് ഇന്നും നമ്മുടെ കൂടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനായിട്ടുള്ളത്. അർഹാൻ, कैसे? Fine. Then कितना स्टॉक अवेलेबल अभी? Around 50+ cars. 50+. Multi-segment. Okay. You are dealing. I think so many South people are taking cars from here. Yeah. I have seen that Insta video also. Okay. We can start from Innova. അപ്പോൾ ഇന്നോവയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ആളുകൾ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു വണ്ടിയാണ് ഇന്നോവ എന്ന് പറയുന്നത്. കോൺസ ഇയർ 2015 model, G4 variant, UP registered, kilometer around 1,10,20,000 with record. 100% non-accidental car. All original paint, only bumper paint. അപ്പോൾ 15 മോഡലുള്ള 2.4 GX ആണ് വരുന്നത്. ഡ്യുവൽ എയർ ബാഗ് ഇസ് ദർ. Yes. 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു GX ആണ്. അലോയ്സ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 1,20,000 ജെനുവിൻ കിലോ സർവീസ് റെക്കോർഡ്. Then how much price you are asking? Price is 7,75,000 demand. ഓക്കെ. അപ്പം 7,75,000 രൂപയാണ് ഇവർ ആസ്കിങ് റേറ്റ് ആയിട്ട് വരുന്നത്. അത് ചെറിയ രീതിയിലൊക്കെ എന്തായാലും ഒരു നെഗോസിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നോവ സിൽവർ കളറിലുള്ള ഒരു വണ്ടി 2015 ആട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ അൾട്ടിസ് HR26 ഗുഡ്ഗാവ് രജിസ്ട്രേഷൻ, VIP registered. Okay. 2015 model, G variant, diesel, manual transmission, kilometer around 82,000 kilometer. Genuine car, first owner. Okay. 15 മോഡലുള്ള ഒരു അൾട്ടിസ് ആണ് കേട്ടോ. കോൺസ വേരിയന്റ് G variant മിഡിൽ ഓപ്ഷൻ. ഓക്കെ. അപ്പോൾ ഒരു മിഡിൽ ഓപ്ഷനിൽ വരുന്ന ഒരു അൾട്ടിസ് ആണ് ഈ ഒരു വാഹനം. 80,000 സംതിങ് ആണ് ഓടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാട്ടോ. അപ്പോൾ ബോഡി വൈസ് നോക്കുകയാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. വേറെ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഇൻറ്റീരിയർ വൈസ് ആണ് നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയുടെ മുകളിൽ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാരണം അത്യാവശ്യം നല്ലൊരു എൻക്വയറി ഉള്ളൊരു വണ്ടിയാണ് ഈ ഒരു അൾട്ടിസ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. HR26 ആണ്. ഓക്കെ. ദെൻ ഹൗ മച്ച് ഡിമാൻഡിങ്? Demanding price 5,50,000. 5,50,000 രൂപയാണ് ഒരു
ഡിമാൻഡായിട്ട് പറയുന്നത്. ടയർ വാങ്ങലൊക്കെ നമുക്കൊരു എബോവ് 80% ടയേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഡീൽ തന്നെയാണ് ഈ ഒരു അൾട്ടിസ് എന്ന് പറയുന്നത്. വൈറ്റ് കളറാണ്, അത്യാവശ്യം നല്ലൊരു ഡിമാൻഡുള്ള കളർ കൂടിയാണ് ഈ വൈറ്റ്. ദെൻ ദാറ്റ് വൺ ഹോണ്ട സിറ്റി. Honda City 2014 model diesel manual transmission SV variant. SB, okay. Yes. Kilometer 1,10,000 with service record. 100% non-accidental cars. Okay. 14 മോഡൽ. Yes, 14. 14 മോഡൽ SB ആണ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. അതൊരു മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ബോഡി വൈസ് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനുണ്ട്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല, ഡെൻറ്റോ കാര്യങ്ങളൊന്നും അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ടയേഴ്സൊക്കെ നമുക്കൊരു 60 to 70% ടയേഴ്സ് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. എനി റീപ്ലേസ്മെൻറ്റ്? No replace. All genuine parts. ഓക്കെ. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ വാഹനങ്ങൾ നിങ്ങൾക്കറിയാം, ഒരു 95% ഡൽഹി വെഹിക്കിൾസിൻ്റെയും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആയിരിക്കും. അത് ആക്സിഡൻറ്റ് ഉണ്ടായതുകൊണ്ടും മാറ്റണമെന്നില്ല. ഞാൻ പൊതുവേ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദെൻ പ്രൈസ് 3,75,000 demand. 3,75,000 രൂപ. കുഴപ്പമില്ലാത്തൊരു ഡീൽ തന്നെയാണ്. 14 മോഡൽ SB ഡീസൽ, സിംഗിൾ ഓണർ, Second owner. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഹോണ്ട സിറ്റി ID ടെക് കേട്ടോ. പിന്നെ ഒരു പോളോ Cross Polo 2014 model diesel Highline variant. ഓക്കെ. Price is 3,40,000. 14 മോഡൽ ഹൈലൈൻ ആണ്, ടോപ്പ് എൻഡ് മോഡലാണ്. അന്നത്തെ 14 ഹൈലൈൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ക്രോസ് പോളോ ആണ്. ഈ ഒരു വീൽ ആർച്ച് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വരുന്ന ഒരു വണ്ടിയാണ്. 3,40,000. 3,40,000 ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നെഗോഷ്യബിൾ റേറ്റ് ആണ്. ദെൻ Kilometer around 61,000. ഓ 61 ജെനുവിന്. Yeah, genuine. All car original, 100% non-accidental. All car guaranteed. ഓക്കെ. അപ്പം മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി അതിലും ഇവർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ i20 ഡീസൽ, i20 17 model Asta optional push button start diesel. പ്രൈസ് Top variant. Price is 5,25,000. 5,25,000 നിങ്ങൾക്ക് 17 മോഡൽ ലാസ്റ്റ്. ഇത് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ കേരള ടാക്സ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഏതായാലും ആസ്റ്റ i20 ടോപ്പ് എൻഡ് മോഡലുള്ള ഒരു വണ്ടി ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമുക്കിവിടെ അക്കോർഡ് കിടക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള വണ്ടികളാണ്. രണ്ട് വണ്ടി ഇവിടെ ഉണ്ട്, ഒരു ഗോൾഡൻ കളർ, ഒരു സിൽവർ കളർ. ദിസ് വൺ 2009 model Honda Accord manual transmission, pure petrol. Price only 2,40,000. 2,40,000 രൂപയ്ക്ക് 2009 മാനുവൽ അക്കോർഡാണ്. V6 2.4 2.4 ലിറ്ററിൽ വരുന്ന എഞ്ചിനാണ് കേട്ടത്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അതായത് ബോഡി വൈസ് ഒന്നും പറയാനില്ല, എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, അത്രയും പെർഫെക്റ്റ് ബോഡി ക്വാളിറ്റിയാണ്. ഫ്രണ്ട് ഗ്ലാസ് വരെ ഇതിൻ്റെ ഒറിജിനലാണ്. സിംഗിൾ ഓണറേ? Single owner. കിലോമീറ്റർ കിട്ടുന്ന? Kilometer 1 lakh around. 1,00,000 ആ ഒരു കിലോമീറ്ററിൽ ഓടിയ വണ്ടിയാണ്. പിന്നെ ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിനൊക്കെ ആയതുകൊണ്ട് തന്നെ കിലോമീറ്റർ കറക്റ്റ് സർവീസ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഓടും, യാതൊരു പ്രശ്നമില്ലാതെ. അപ്പോൾ എന്തായാലും 2,40,000 നിങ്ങൾക്ക് ഒരു ഹോണ്ടയുടെ അന്നത്തെ കാലത്തെ ലക്ഷറി, അതായത് ഫസ്റ്റ് ലക്ഷറിയസ് കാർ എന്ന് പറയാം, 2009 അക്കോർഡ്. ഓക്കെ. പിന്നെ അടുത്തത് വേറൊരെണ്ണം കൂടി ഇവിടെ ഉണ്ട്, സിൽവർ കളർ. It's 2012 model, new generation with sunroof, automatic transmission. Okay. 2012. Price only 4,50,000. ഓ 4,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2012 ഇത് അവിടെ അവൈലബിൾ ആണ്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺറൂഫ് വരുന്നതാണ്. അതായത് ആ ഒരു അടുത്ത ജനറേഷൻ വിത്ത് സൺറൂഫ് വരും. പിന്നെ ആ ഒരു ഗ്രില്ലിനകത്ത് ചെറിയൊരു ചേഞ്ചസ് വരും. പിന്നെ മിററിൻ്റെ മുകളിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതും ബോഡി വൈസ് വേറെ ഒന്നും ചെയ്യാനില്ല, എടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ്. इसका किलोमीटर 70 ആ ഒരു 70,000 കിലോമീറ്റർ റേഞ്ചിലാണ് ഓടിയിട്ടുള്ളൂ കേട്ടോ. ടയർ വാങ്ങലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എടുത്തു കഴിഞ്ഞാൽ ബോഡി വൈസ് ഒന്നും ചെയ്യാനില്ല, മെക്കാനിക്കൽ വൈസ് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതായാലും ചെക്ക് ചെയ്യുക. അപ്പോൾ 2012 സൺറൂഫുള്ള ഓട്ടോമാറ്റിക് അക്കോർഡ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 2009 മാനുവൽ വിത്തൗട്ട് സൺറൂഫിലുള്ള ഒരു അക്കോർഡും അവൈലബിൾ ആണ് കേട്ടോ. രണ്ട് അക്കോർഡും നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഒരു പെർഫെക്റ്റ് വണ്ടി തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതോടെ A3 അവൈലബിൾ ആണ്. A3 2014 model with sunroof, automatic, diesel. ഓക്കെ. Price 9,75,000. 9,70,000 രൂപ. സൺറൂഫുള്ള A3 ആണ്. ഡൽഹി രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. സിൽവർ കളറിലുള്ള വണ്ടിയാണ്. ബോഡി വൈസ് ഒന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ലക്ഷറി വണ്ടിയുടെയൊക്കെ എടുക്കാൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക. പറ്റുവാണെങ്കിൽ ഹിസ്റ്ററിയും കൂടി നോക്കിയിട്ടൊന്ന് എടുക്കുക. 9,75,000 ആണ് ആസ്കിംഗ് റേറ്റ്. അത് ഫിക്സഡ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ. ദെൻ X1 BMW X1 2017 model without sunroof, diesel, automatic transmission. Price only
17 lakh 50,000. 17,50,000. Yes. 2017 17 model. മോഡൽ 17 മോഡലിലുള്ള ഒരു X1 സൺറൂഫ് ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. 17 ലക്ഷത്തി സംതിങ് ആണ് ചോദിക്കുന്നത്. എസ് ഡ്രൈവ് 20D ആണ്. വണ്ടി അടിപൊളി വണ്ടി തന്നെയാണ്. പക്ഷെ നമ്മളുള്ള ആളുകൾ അധികവും ലക്ഷറി വണ്ടിയൊക്കെ എടുക്കുന്ന ഒരു സൺറൂഫൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ്. അപ്പോൾ അതിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിത്തൗട്ട് സൺറൂഫിലുള്ള ഒരു X1 എടുക്കാൻ പറ്റും. വില ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും ഫിക്സഡ് റേറ്റ് അല്ല. ഇവരെല്ലാം ഡിമാൻഡ് ചെയ്യുന്ന റേറ്റാണ് ഇതിനകത്ത് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു നെഗോസിയേഷൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും അതിൻ്റെ മുകളിലുണ്ടാവും. അടുത്തൊരു സഫാരി അവൈലബിൾ ആണ്. ടാറ്റ സഫാരി 16 model. 16 മോഡലേ? Yes. 4x2 or 4x2. 4x2. Diesel manual. ഓക്കെ, 16 മോഡലുള്ള സഫാരി കേട്ടോ. സാധാരണ അങ്ങനെ 16 കാണാറില്ല. കിലോമീറ്റർ around 1,10,000. ഓണർഷിപ്പ് with record, first owner. ഓക്കെ, അപ്പോൾ 16 മോഡലുള്ള ടാറ്റ സഫാരിയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. 4x2 ഡീസൽ മാനുവൽ വണ്ടിയാണ്. ടയേഴ്സൊക്കെ നല്ല കട്ടയുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് ഐ തിങ്ക് ന്യൂ ടയേഴ്സ്. അത്യാവശ്യം ഒരു എബോവ് 90% ടയേഴ്സ് നമുക്ക് പറയാൻ പറ്റും. നല്ലൊരു ബോഡി ക്വാളിറ്റി ഉണ്ട്. സിൽവർ കളറിലുള്ള ഒരു വണ്ടിയാണ്. ദെൻ പ്രൈസ് 6,50,000. 6,50,000 രൂപയാണ് ആസ്കിങ് റേറ്റ് ആയിട്ട് വരുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഇനി നമുക്ക് സ്പോർട്ട്, പജറോ സ്പോർട്ട് അവൈലബിൾ ആണ്. വിച്ച് ഇയർ? 2012 model, manual 4x4. മാനുവൽ 4x4. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കാറുണ്ട് ആളുകൾ. മാനുവൽ 4x4 ആണ് 12 മോഡൽ. രജിസ്ട്രേഷൻ UP. ഓക്കെ, ദെൻ കിലോമീറ്റർ ആൻഡ് ഓണർഷിപ്പ് 1,00,000 kilometer around. Ownership is തേർഡ് ഓണർഷിപ്പ്. ഓക്കെ, ദെൻ ഹൗ മച്ച് യു ഡിമാൻഡിങ് നൗ? 5,25,000. 5,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 4x4 മാനുവൽ 2012 മോഡലുള്ള UP രജിസ്ട്രേഷനുള്ള പജറ സ്പോർട്ട് ഇതാ ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്തത് വീണ്ടും ഒരു എൻഡോവർ ഉണ്ട്. ഇപ്പോൾ ഇതും ഈ അടുത്ത കാലത്തായിട്ട് കുറേ ആളുകൾ ചോദിക്കാറുണ്ട്. കാരണം ഫോർച്യൂണറിനൊക്കെ അങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തുകൊണ്ട് തന്നെ എൻഡോവർ ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ടുള്ളവരൊക്കെ ഇപ്പം എൻഡോവറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് 2.2 6 സ്പീഡാണ് വരുന്നത്. ഇയർ 16 model. Manual 4x4. മാനുവൽ 4x4 ആണ്. ഓക്കെ, വിത്തൗട്ട് സൺറൂഫ് ആണ് വരുന്നത്. ദെൻ Kilometer around 1 lakh. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ? Yes, single owner. ദെൻ പ്രൈസ്? Price is 19 lakh. 19 ലക്ഷം രൂപയാണ് ഈ ഒരു 4x4 മാനുവൽ ഫോർഡ് എൻഡവറിന് ചോദിക്കുന്നത്. 2.2 6 സ്പീഡാണ് വരുന്നത്. ബോഡി വൈസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയും അത്യാവശ്യം നല്ല വൃത്തിയിലിട്ടോ കാണാനായിട്ട്. മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, കാരണം ഞാൻ ഈ സമയത്തൊന്നും ഓടിച്ച് നോക്കുന്നില്ല. അത് നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ട് മാത്രം കൺഫേം ചെയ്യാം, എന്നിട്ട് മാത്രം ഉറപ്പ് വരുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കാണുമ്പോൾ അടിപൊളി വണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും കമൻറ്റൊന്നും ഇടാൻ നിൽക്കണ്ട. ഞാൻ ഈ ബോഡി ക്വാളിറ്റി മാത്രം കണ്ടിട്ടാണ്, ഇതിൻ്റെ ഭംഗി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ടയർ വാങ്ങലൊക്കെ എനിക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടയേഴ്സൊക്കെ നമുക്ക് ഒരു 90% ടയേഴ്സ് ഈ വണ്ടിക്കും അവൈലബിൾ ആണ്. ഏതായാലും ഒരു റേറ്റ് ഫിക്സഡ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ റേറ്റ് ആണ്. നമുക്ക് അടുത്തായിട്ട് വീണ്ടും ഒരു പജറോ സ്പോർട്ട് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. വൈറ്റ് കളറാണ്. 13 model. 13. ഓക്കെ, 4x4 manual. 4x4 മാനുവൽ. ഓക്കെ, അപ്പോൾ ഇവരെടുത്ത് കിടക്കുന്ന വണ്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റയർ കാറ്റഗറിയിൽ വരുന്ന വണ്ടികളാണ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. പജറോ സ്പോർട്ട് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ ടാറ്റ സഫാരി, ഇതുപോലെ ഫോർഡ് എൻഡവർ. ഇന്നും എല്ലാ ഷോറൂമിലും ഇങ്ങനത്തെ വണ്ടികളൊന്നും കാണാറില്ല. ഹോണ്ട അക്കോർഡ്, അൾട്ടിസ് എല്ലാ ഷോറൂമിലും ഉണ്ടാവാറില്ല. അപ്പം കൂടുതലായിട്ടും സൗത്തിലേക്ക്, അതുപോലെ തന്നെ കർണാടക പീപ്പിൾസ്, ആന്ധ്ര, തമിഴ്നാട്, നമ്മുടെ കേരളത്തിലേക്കൊക്കെയാണ് ഇവർ വണ്ടികൾ കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികൾ ആവശ്യക്കാരുണ്ട്, നമ്മളവിടെ കൂടുതലുള്ളതാണ്. 2012 മോഡൽ 4x4 മാനുവൽ. 13 മോഡൽ 4x4 മാനുവൽ പജറോ സ്പോർട്ട്. Kilometer around 95,000. സിംഗിൾ ഓണർ? Single owner. ഓക്കെ, പ്രൈസ്? Price 6,50,000. 6,50,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. ടയേഴ്സൊക്കെ ഓൾമോസ്റ്റ് ഒരു 60 to 70% ഈ ഒരു സ്പോർട്ടിനും ടയേഴ്സ് അവൈലബിൾ ആണ്. ബോഡിയൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ടച്ചപ്പ് ഉണ്ടെങ്കിൽ തന്നെ അവർ ടച്ചപ്പ് ചെയ്തിട്ടാണ്, നല്ല പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വണ്ടികളിവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഹുണ്ടായുടെ ഒരു സാന്റഫെ അവൈലബിൾ ആണ്. ഹുണ്ടായി ക്രെറ്റയുടെ ചേട്ടൻ. സാന്റഫെ കോൺസെപ്റ്റ് മോഡൽ? 14 model, automatic transmission, 4x4 auto, push button start, top model. ഓക്കെ, പ്രൈസ്? Price is only 6,50,000. 6,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സാന്റഫെ ഇവിടുന്ന് എടുക്കാൻ പറ്റും കേട്ടോ. മെക്കാനിക്കൽ വൈസ് ഒന്ന് നോക്കുക, ബോഡി വൈസ് സെറ്റാണ്, ഒന്നും നോക്കാനില്ല. അടുത്തതായിട്ട് നമുക്കൊരു മെഴ്സിഡസ് ബെൻസിൻ്റെ GLC 220 2018 model, diesel, price 37 lakh. 18 മോഡലാണ്.
18 മോഡലാണ്, 37 lakhs ആണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. GLC 200 ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ബോഡി വൈസ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വേറെ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് വണ്ടികളുടെ. ടയർ വാങ്ങലൊക്കെ നമുക്കൊരു 80% ടയേഴ്സും നമുക്ക് ഈ ഒരു വാഹനത്തിനൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിവിടെ ഈ ആഡിനകത്ത് ഇവരുടെ ഇപ്പോൾ ഈ 2 വണ്ടിയും കൂടിയുള്ളത്. ഇത് കൂടാതെ വേറെ പുറത്ത് വരെയൊക്കെ ആഡുണ്ട്, അവിടെയും വേറെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിനകത്ത് കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. നമുക്ക് അടുത്തൊരു ML 250. ML 250 2014 model. Second owner, kilometer around 1,35,000 with service record. Okay. Price only 14 lakh. 14 lakhന് നിങ്ങൾക്ക് 1,35,000 ഓടിയിട്ടുള്ള ML 250. സെക്കൻഡ് ഓണറാണ്. ഒരു സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അപ്പം ഒരു SUV സെഗ്മെൻറ്റിൽ ഒരു 8-9 കൊല്ലം പഴക്കമുള്ള ഒരു വണ്ടിയൊക്കെ എടുക്കാൻ നിങ്ങൾ മെഴ്സിഡസ് ബെൻസിൻ്റെ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രിഫറൻസ് ഏതായാലും ഈ ML സീരീസിലാണ് പോവുക. കാരണം ആ സമയത്താണ് ML 250 ML 350 വന്നിട്ടുള്ളത്. അപ്പോൾ 350 ആവുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു റേറ്റ് കൂടും, കാരണം എയർ സസ്പെൻഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് വിത്തൗട്ട് എയർ സസ്പെൻഷനാണ് 250 ആവുന്ന സമയത്ത്. പക്ഷെ നമുക്ക് മെയിൻ്റനൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കുറവാണ് വരിക. അപ്പോൾ ഏതായാലും 14 ലക്ഷം രൂപയാണ് ഒരു ആസ്കിംഗ് റേറ്റ് വരുന്നത് കേട്ടോ. 1.35 ഓടിയിട്ടുണ്ട്, പക്ഷേ അത് ഫുൾ കമ്പനി സർവീസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങളതിന് ചെക്ക് ചെയ്യാം. 14 lakh എന്ന് പറയുന്നത് ഫിക്സഡ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ ആണ്. ഓൺ ടേബിൾ. ഓക്കെ, അത് ഓൺ ടേബിൾ ആണ്. നമ്മൾ ഫോണിൽ വിളിച്ചു പോയിട്ട് നെഗോസിയേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഓൺലി ഓൺ ടേബിൾ. ഓക്കെ. Ford Endeavour 2016 model 3.2 diesel auto. ഓക്കെ. With sunroof. ടൈറ്റാനിയം. Yes. അപ്പം 16 മോഡലിൽ ഒരു എൻഡവർ കൂടിയുണ്ട്. അപ്പോൾ ഇത് ഒരു നല്ല വണ്ടിയാണ്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. 3.2 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ടയർ വാങ്ങലൊക്കെ ഒരു 70-80% ടയേഴ്സും ഉണ്ട്. വൈറ്റ് കളറാണ്. എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ മുകളിൽ ബോഡി വൈസ് വേറെ എക്സ്ട്രാ പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ക്ലാരിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. നിസ്ക പ്രൈസ് 19 lakh. 19 lakh. 16 മോഡൽ 19 lakh. ഓക്കെ. 3.2 6 സ്പീഡ് വിത്ത് സൺറൂഫ്. കിലോമീറ്റർ കിട്ടുന്ന കിലോമീറ്റർ 1,10,000. 1,10,000. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് വണ്ടി. അപ്പം ഇവരെ ഷോറൂം, आपका ഷോറൂം ലൊക്കേഷൻ കീർത്തി നഗർ, അപ്പോസിറ്റ് കീർത്തി നഗർ മെട്രോ സ്റ്റേഷൻ, ദില്ലി. ഓക്കെ. അപ്പോൾ കീർത്തി നഗർ മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവരെ ഷോറൂം നമ്പർ. ഡു യു ഹാവ് എനി കാറ്റലോഗ്? വാട്സ്ആപ്പ് കാറ്റലോഗ്. ഓക്കെ. അപ്പോൾ ഏതായാലും നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും. ഞാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. പിന്നെ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവിധ വണ്ടികളുടെയും വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇന്ത്യയിൽ ഒന്നും ഒരു വണ്ടിയുടെയും കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ അർഹാൻ, താങ്ക് യു വെരി മച്ച്. ബൈ. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഏതായാലും തുടർന്നും ഒരു 10 ദിവസം കൂടി ഞാൻ ഏതായാലും ഡൽഹിയിലുണ്ടാവും. അപ്പോൾ കുറച്ച് മാക്സിമം വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഒരു 1-2 പേപ്പർ കൂടി പെൻഡിങ് ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസം അതിൻ്റെ പുറകെ പോകണം. പിന്നെ നമ്മൾ ഓൾറെഡി കുറേ സബ്സ്ക്രൈബേഴ്സ് വണ്ടിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതും ചെയ്യണം. അപ്പോൾ ഏതായാലും എല്ലാ കാര്യങ്ങളും ചെയ്ത് മാക്സിമം വീഡിയോസ് കാര്യങ്ങളൊക്കെ ഏതായാലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.